എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തി ബാബ വാങ്കിയുടെ പ്രവചന വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ബാബ വാങ്കി മുൻകൂട്ടി പ്രവചിച്ചിരുന്നതാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. 1996 മരണശേഷം ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച മുത്തശ്ശിയായിരുന്നു വാങ്കെ എന്നറിയപ്പെടുന്ന ബാബ വാങ്കെ. സ്വർണ്ണവിലയെക്കുറിച്ച് നടത്തിയ പ്രവചനം അച്ചട്ടായിട്ട് മാറിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുക എന്നത് ഏറെക്കുറെ അപ്രാപ്യമാവുന്ന നിലയിലാണ് സ്വർണ്ണവിലയുടെ കുതിപ്പ്. 2026 ആഗോള സമ്പദ് വ്യവസ്ഥ കടുത്ത സമ്മർദ്ദം നേരിടുമെന്നും അതിന്റെ ഫലമായിട്ട് സ്വർണത്തിന്റെ ആവശ്യം വർദ്ധിക്കുമെന്നും ബാബ വാങ്കെ പ്രവചിച്ചിരുന്നു. 2026 ആകുമ്പോഴേക്കും ആഗോള സമ്പദ് വ്യവസ്ഥ കൂടുതൽ അസ്ഥിരമാകുന്നതാണ്. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനത്തിന് ഗണ്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതാണ്. ബാങ്കിംഗ് മേഖലയിലെ പ്രക്ഷുബ്ധത, അതോടൊപ്പം തന്നെ കറൻസിയുടെ മൂല്യ തകർച്ച, വിപണിയിലെ ലിക്വിഡിറ്റി കുറയൽ എന്നിവയാണ് ബാങ്കിംഗ് പ്രതിസന്ധിയുടെ ബാക്കി പത്രമാകുന്നത്. ഇത് സാമ്പത്തിക അനിശ്ചിതത്വം വളർത്തുകയും ആളുകൾക്ക് സ്വർണം, വെള്ളി തുടങ്ങിയ സുരക്ഷിതമായിട്ടുള്ള ആസ്തികളിലേക്ക് തിരിയുവാൻ കാരണമാവുമെന്നാണ് ബാബ വാങ്കെ പ്രവചിച്ചിരിക്കുന്നത്. ഈ പ്രവചനങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്ന രീതിയിലാണ് നിലവിലെ സ്വർണം, വെള്ളി വില കുതിക്കുന്നത്. പ്രധാനമായിട്ടും 1 ഗ്രാം സ്വർണം വാങ്ങുവാൻ 14,845 രൂപ ചിലവിടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 3 വർഷത്തെ സ്വർണ്ണവിലയുടെ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ സ്വർണ്ണവില 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ 3 വർഷത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ പ്രധാനമായിട്ടും 24 ക്യാരറ്റിന്റെ 10 ഗ്രാം സ്വർണത്തിന്റെ വില 2022 സെപ്റ്റംബറിൽ 50,000 കടന്നു. വർഷാവസാനത്തോടെ 52,670 രൂപയായിരുന്നു. 2023 ഇത് 65,330 രൂപയായിരുന്നു. അതുപോലെ 2024 വർഷാവസാനത്തോടെ 77,913 രൂപയായി മാറി. കഴിഞ്ഞ വർഷാവസാനത്തോടുകൂടി 1 ലക്ഷം കടന്ന് 1,30,000 രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 1.5 ലക്ഷം കടന്നും പാഴുകയാണ് സ്വർണ്ണവില. അമേരിക്കയുടെ നികുതി നയം ലോക സമ്പദ് വ്യവസ്ഥയെ ആകെ അസ്ഥിരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ആഗോള നിക്ഷേപകർ നേരിട്ട് സ്വർണത്തിൽ മാത്രം നിക്ഷേപം നടത്തുകയാണ് നിലവിൽ ചെയ്യുന്നത്. അതിനാൽ സ്വർണത്തിന്റെ ആവശ്യം വർദ്ധിക്കുകയും വില കൂടിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.